ഉറ്റവരും ഉടയവരും ചേർന്ന് നമ്മളെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നു. മുഖത്തെ കഫൻ പുടവ അഴിച്ച് മണ്ണ് മൂടി അവർ തിരിഞ്ഞു നടക്കുന്നു. ആ ചെരുപ്പിടിയൊച്ചകൾ അകന്നു പോകുന്നത് ഖബറിലുള്ള ആൾ കേൾക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അതോടെ ഈ ദുനിയാവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നു. യാതൊരു വെളിച്ചവുമില്ലാത്ത, അനങ്ങാൻ പോലും കഴിയാത്ത ആ ചെറിയ അറയിൽ മനുഷ്യൻ ആദ്യമായി പൂർണ്ണമായ ഏകാന്തത അനുഭവിക്കുന്നു. അവിടെ കൂട്ടിരിക്കാൻ പ്രിയപ്പെട്ടവരില്ല, സംരക്ഷിക്കാൻ വീടിൻ്റെ ഭിത്തികളില്ല. ആ ഇരുട്ടിനെ ഭേദിക്കാൻ അന്ന് നമ്മൾ ചെയ്ത സ്വതക്കയും നമ്മുടെ നന്മകളും മാത്രമേ പ്രകാശമായി എത്തുകയുള്ളൂ. ഖബറിലെ ആദ്യ രാത്രിയിലാണ് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്ന മലക്കുകൾ വരുന്നത്. അവർ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. നമ്മുടെ ബുദ്ധി കൊണ്ടോ പഠിച്ചു വെച്ച അറിവ് കൊണ്ടോ അല്ല അന്ന് മറുപടി പറയുക. മരിച്ചു ഭൂമിയിൽ നാം എങ്ങനെ ജീവിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഈമാനാണ് അന്ന് ഉത്തരം നൽകുക. വിശ്വാസികൾക്ക് ഖബർ വിശാലമാക്കപ്പെടുകയും സ്വർഗത്തിലേക്കുള്ള ജാലകങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അവിശ്വാസികൾക്കും പാപികൾക്കും ഖബർ വല്ലാതെ നടുങ്ങുകയും അത് നരകക്കുഴികളിൽ ഒന്നായി മാറുകയും ചെയ്യും. മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരു സുന്ദര രൂപത്തിൽ ഖബറിൽ അവനെ ആശ്വസിപ്പിക്കാൻ എത്തും എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ ഓതിയിരുന്ന സൂറത്തുൽ മുൽക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറിലെ ആദ്യ രാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ സമ്പാദിച്ച പണമോ പ്രശസ്തിയോ ഒന്നും അങ്ങോട്ട് വരില്ല. കൂടെ വരുന്നത് നമ്മുടെ സ്വഭാവവും നന്മകളും മാത്രമാണ്. ആ ഇരുട്ടറയെ പ്രകാശമാക്കാൻ ഇന്നു തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കൂട്ടുകുടുംബാദികളെയും സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും ഇഹലോകവും പരലോകവും വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.